ഒരുപാട് ചാനലിൽ വന്നതാണ്. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർമാർക്കറ്റ് എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിലെ മരങ്ങൾ മുറിച്ചുമാറ്റിയ നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട താഴേക്കോട് പഞ്ചായത്ത് മെമ്പർ അടക്കം 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മരമുറിയുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ സംഘടനകൾ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇതിനിടയിലാണ് 3 പേരെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. താഴേക്കോട് പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള കരിങ്കല്ലത്താണിയിലെ പൊതു ശ്മശാനത്തിലെയും ആയുർവേദ ആശുപത്രി വളപ്പിലെയും 28 മരങ്ങൾ അനധികൃതമായി മുറിച്ചുകൊണ്ടുപോവുകയും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്ത കേസിൽ CPM പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. താഴേക്കോട് പഞ്ചായത്ത് 17-ാം വാർഡംഗം പിലാക്കൽ മൊയ്തുപ്പ, താഴേക്കോട് പൊന്നേത്ത് സലീം, താഴേക്കോട് കരളി ഇബ്രാഹിം എന്നിവരെയാണ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വളരെ വിവാദപരമായിട്ടുള്ള മരമുറി വിഷയവുമായി ബന്ധപ്പെട്ട് താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും ഭരണസമിതിയും പാർട്ടിയും മുന്നണിയും ഒക്കെ ഒരുപാട് കാലത്തോളം നിയമപരമായിട്ട് ഉള്ള സമരത്തിലൂടെയും പ്രത്യക്ഷ സമരത്തിലൂടെയും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 3 പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും പെരിന്തൽമണ്ണ പോലീസിന് ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും ഭരണസമിതികളുടെയും പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA, പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാക്കളും യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അതിനപ്പുറം നമ്മുടെ നല്ലവരായ നാട്ടുകാരെ ഇത് വളരെ ആശങ്കയും ഭീതിയും ഉളവാക്കുന്ന ഒരു പ്രത്യേക കേസായതുകൊണ്ട് ഇതിൻ്റെ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള എല്ലാവരുടെയും ആശയാണ്, എല്ലാവരുടെയും ആഗ്രഹമാണ് ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം നൽകിയ പെരിന്തൽമണ്ണ SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. സമരം തുടങ്ങിയത് ആദ്യം CPM ആണ്. അതിൽ നിന്നല്ലേ നമുക്ക് അതിൻ്റെ ജാള്യത നമുക്ക് മനസ്സിലാകും. അവരുടെ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പെടാപ്പാടായിരുന്നു, അവരുടെ ശ്രമമായിരുന്നു. അതാണ് പാളിപ്പോയത്. കൃത്യമായി പോലീസിൻ്റെ പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ ഇന്ന് മാതൃകാപരമായിട്ട് പിടികൂടാൻ സാധിച്ചത്. സർക്കാരിന് 4 ലക്ഷം രൂപയോളം നഷ്ടം വരുത്തിയ സംഭവമാണിത്. കരിങ്കല്ലത്താണി വെട്ടത്തൂർ റോഡിലെ സർക്കാർ ITIക്ക് സമീപത്തെ പൊതുശ്മശാനത്തിലെ മരങ്ങളുടെ ചില്ലകൾ സമീപത്തെ ITI, പൊതുജനങ്ങളുടെ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് ഭീഷണിയായ സാഹചര്യത്തിൽ കൊമ്പുകൾ മാത്രം മുറിച്ചു നീക്കുവാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതും അനുമതി നൽകിയതും. എന്നാൽ കൊമ്പുകൾ മാത്രമല്ലാതെ മരം തടിയോടുകൂടി മുറിച്ചു കടത്തിയെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായത്. കൂടുതൽ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് ശ്മശാനത്തിന് പുറമെ മറ്റു ഭാഗങ്ങളിലും അനധികൃതമായി മരങ്ങൾ മുറിച്ചതായി കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന UDF പഞ്ചായത്ത് കമ്മിറ്റി, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ പരാതി നൽകിയിരുന്നു. SIമാരായ സജീവ്, അനീഷ്, CPOമാരായ ഗിരീഷ്, സനൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.